സാമ്പാറിന് ഏറ്റവും കൂടുതൽ രുചിയും മണം കൊടുക്കുന്നത് അതിൽ തയ്യാറാക്കുന്ന അരപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനൊരു നല്ലൊരു അരപ്പ് നമുക്ക് തയ്യാറാക്കിയാലോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഒരു വർഷം വരെ ചീത്താവാതെ എടുത്ത് വെക്കാനും പറ്റും. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ ഇനിയിപ്പോൾ ഓണോ എന്ത് സെലിബ്രേഷൻ വരികയാണെങ്കിലും നമുക്കൊരു തലവേദന ഇല്ലാതെ പെട്ടെന്നൊരു സാമ്പാറിൻ്റെ കറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കരുത്. നേരെ വീഡിയോയിലോട്ടേ പോകാം കേട്ടോ. സാമ്പാറിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് തുവരപ്പരിപ്പ് തന്നെ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂണ് കൊത്തമല്ലി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അങ്ങനെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തോളൂ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ ചെറിയുള്ളി വേണം, നമുക്കൊരു 7-8 അങ്ങനെ എടുത്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. അത് ശരിക്കും ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് തേങ്ങ ചിരകിയത് വേണം. ഞാനിവിടെ ഒരു ബോക്സ് ഫുള്ളായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഫാമിലി ആണെങ്കിൽ നമുക്ക് ഇതന്നെ ധാരാളമാണ്. കാരണം ഇതൊരു 4-5 തവണ നമുക്ക് കറി തയ്യാറാക്കാനുള്ള അരപ്പ് ഇതിൽ കിട്ടും. വലിയ ഫാമിലി ആണോ, ഇനി വലിയ ഫംഗ്ഷനൊക്കെ വരുന്നതാണോ, ഇനി ഓണക്കല്ലേ വരുന്നത്, അതിലോട്ടേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതലാക്കിയിട്ടെല്ലാം എടുക്കുക കേട്ടോ. ഇനി നമുക്ക് കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് ഇതിലോട്ടേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടീസ്പൂണ്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് വഴറ്റണം. അതായത് ഇതെല്ലാം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. വറവെല്ലാം കറക്റ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ചൂടോടെ കൂടിയിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. 1 ടീസ്പൂണോളം കായപ്പൊടി ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാം. ഇനി പെട്ടെന്ന് എങ്ങനെ സാമ്പാർ തയ്യാറാക്കുന്നത് നോക്കിയാലോ. തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒന്ന് വേവാനാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി, അതുപോലെ ഉരുളക്കിഴങ്ങ്, ചേന, 4 അല്ലി വെള്ളുള്ളി ചതച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും അങ്ങനെ എടുത്തോളൂ. സാമ്പാർ ഉണ്ടാക്കാൻ അധികം ആൾക്കാർക്കും അറിയുന്നതാണല്ലോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ പുളി നിങ്ങൾക്ക് ഇത് പിഴിഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. ഞാനൊരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞളും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പച്ചക്കറിയാണോ വേണ്ട അതൊക്കെ എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെയാണ് എടുത്തത്. ഇനി ആ ഒരു വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുക. താഴെ വെക്കുക, അതായത് ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു 2 ആഴ്ച വരെ കിട്ടും. നിങ്ങൾക്കിതൊരു 5-6 മാസത്തിൽ കൂടുതൽ കിട്ടണമെങ്കിൽ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുക കേട്ടോ. നല്ല സുഖമാണിത്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന പെണ്ണുങ്ങൾക്കോ ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സാമ്പാർ വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അരപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ഒരു മെനക്കെട്ട പണിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ അരപ്പ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളൂ. ഇനി അതേപോലെ വിദേശ നാടുകളിലോട്ടേക്ക് അമ്മമാർക്ക് ഇതേപോലെ സാമ്പാറിൻ്റെ അരപ്പ് തയ്യാറാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടതേ ഇതാണ്ട് ഫ്രഷ് റൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൻ്റെ, അതായത് താഴെ ഭാഗം, അവിടെ വെക്കുകയാണെങ്കിൽ നമുക്കിത് 2 ആഴ്ചയൊക്കെ കിട്ടും. അവിടെ നല്ല തണുപ്പായിരിക്കുമല്ലോ ഉണ്ടാവുക. പിന്നെ അതേപോലെ ദാണ്ടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാണ്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരപ്പ് ചേർത്ത് കൊടുക്കണേ. ബാക്കിയൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിദേശ നാടുകളിലോട്ടൊക്കെ അങ്ങനെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണേ. ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ കൊടുത്തയച്ചാൽ മതി. അപ്പം ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ്. പച്ചക്കറിയും പരിപ്പും എല്ലാം കൂടെ വേവിച്ചിട്ട് ഈ ഒരു അരപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാമ്പാറിൻ്റെ പണി നമുക്ക് തീർന്ന് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഓണമൊക്കെ വരികയല്ലേ, ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഓണത്തിന് ഈ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് തന്നെ ഇങ്ങനെ ഒരു അരപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ ചടപടയെന്ന് പറഞ്ഞിട്ട് സാമ്പാർ റെഡിയാക്കാൻ പറ്റും കേട്ടോ.
ഇത് ശരിക്കും കല്യാണ വീടുകളിലൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. കാരണം കല്യാണത്തിനൊക്കെ അതായത് ഹിന്ദുസിൻ്റെ കല്യാണത്തിനൊക്കെ സാമ്പാറായിരിക്കുമല്ലോ അധിക ദിവസം ഉണ്ടാകുക. അതൊരു 4 ദിവസം 5 ദിവസം മുൻപേ തന്നെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അമ്മിയിലിട്ടിട്ട് അരച്ച് എന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നീടുള്ള ഓരോ ദിവസങ്ങളിൽ എടുക്കാൻ എളുപ്പമായിരിക്കും. കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട് അരച്ചതുകൊണ്ടേ കറിക്കുള്ള കൊഴുപ്പ് കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഒരു കറി തന്നെയാണ്. ചോറിട്ടൊക്കെ കൂടെ എന്ത് ടേസ്റ്റാണ് അറിയോ. അപ്പോൾ വിദേശ നാടുകളിലേക്കൊക്കെ കൊടുത്തയക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ വേഗം അങ്ങനെ റെഡി ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രോസൺ ആക്കുക, എന്നിട്ട് പാക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ സാമ്പാർ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.